അഭയം ഗുരുവേ പ്രപഞ്ചത്തിൻ കൂട്ടുവേ അഖിലം അമികാൽ പാദത്തിൻ കീഴേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാന ലോകവുമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഇമാം ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥം, അതിലെ 20ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. ഇന്ന് വളരെ വ്യത്യസ്തവും വൈവിധ്യവുമായ ഇബ്നു അറബി തങ്ങളുടെ ഒരു പ്രത്യേകമായ ദർശനമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പറയാൻ പോകുന്ന വിഷയം ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ കോസ്മോളജിക്കൽ സംബന്ധമായ ഒരു അഭിപ്രായമാണ്. കോസ്മോളജി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, അതിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്, ഏത് സൃഷ്ടിയാണ് ആദ്യം വന്നത്, ഏതാണ് പിന്നീട് വന്നത്, ഈ പ്രപഞ്ചത്തിന് എത്ര കാല പഴക്കമുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പണ്ഡിതന്റെ വിശദീകരണമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് കോസ്മോളജി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഘടനയും ഉത്ഭവവും സംബന്ധിച്ചുള്ള വിശകലനമാണല്ലോ. അതിനാണ് കോസ്മോളജി എന്ന് പറയാ. നേരെ മറിച്ച് ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പറയാൻ പോകുന്ന ഈ കാലഗണന ആധുനിക ശാസ്ത്രം തെളിയിച്ച ശാസ്ത്രീയമായ കണക്ക് എന്ന നിലയിൽ ഇതിനൊരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ കാണും ചെയ്യരുത്. കാരണം ശാസ്ത്രവും ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയപരമായ കോസ്മോളജിക്കൽ വിവരം, ആത്മീയപരമായ ദർശനം, അത് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചതായ വ്യത്യസ്തമായ അറിവുകൾക്ക് ഏറെ വ്യത്യസ്ത രീതിയിലാണ് ഇബ്നു അറബി തങ്ങളുടെ വന്നിട്ടുള്ളത്. എന്നാൽ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ഈ തിയറിയെ, ഈ ദർശനത്തെ, ഈ ആത്മീയപരമായ ദർശനത്തെ തൻ്റെ കശ്ഫിലൂടെ താൻ നോക്കിക്കണ്ടതായ തൻ്റെ അനുഭവ അറിവിനെ ലോകത്ത് ഇബ്നു അറബി തങ്ങൾ പരിചയപ്പെടുത്തിയതിനെ ലോകത്തറിയപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിനെ പോലത്തവര് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു സത്യം. ഇതിനെ വിശാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഫുതുഹാത്തുൽ മക്കിയ തന്നെ എടുത്തിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പം വർഷങ്ങളെടുത്ത് ചർച്ച ചെയ്യേണ്ടി വരും. കാരണം ഫുതുഹാത്തുൽ മക്കിയ എന്ന് പറയുന്ന ഇബ്നു അറബി തങ്ങളുടെ 10 വാള്യത്തെ മഹാനവറുകൾ ഇബ്നു ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹു ലഘൂകരിച്ചിട്ട് ലവാഖിഉൽ അൻവാറുൽ ഖുദ്സിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥമാക്കിയിട്ട് അതിനെ പിന്നെയും ലഘൂകരിച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തിട്ടുള്ളത്, കിബിരിത്തുൽ അഹ്മർ എന്ന് പറയുന്ന ഗ്രന്ഥം ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പൊ എത്രത്തോളം ഷോർട്ടായ വിവരമാണ് ഈ കിബിരിത്തുൽ അഹ്മറിൽ ഉള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. എന്നാലും അത് വിശാലമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റൂല. ഫുതുഹാത്തുൽ മക്കിയ മൊത്തം വായിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റൂലല്ലോ. നേരെ മറിച്ച് അതിൽ പറഞ്ഞ ചില വിവരങ്ങളെ ചിലപ്പോൾ നമുക്ക് ഫുതുഹാത്തുൽ മക്കിയുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. അവിടെ വഖാല ഫിൽ ബാബി സാബിഅ്, ഫുതുഹാത്തുൽ മക്കിയയിലെ 7ാം അധ്യായത്തിൽ മഹാനായ ഇബ്നു അറബി തങ്ങൾ പറഞ്ഞ വിഷയമാണ് ഇമാം ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നത്. എന്താണ് അവിടെ കൊണ്ടുവരുന്നത്? അന്നൽ ഇൻസാന ആഖിറു ജിൻസിൻ മൗജൂദിൻ മിനൽ ആലമിൽ കബീർ. മനുഷ്യൻ എന്ന വിഭാഗം ആഖിറു ജിൻസിൻ മൗജൂദിൻ മിനൽ ആലമിൽ കബീർ, ഈ വിശാലമായ സൃഷ്ടിലോകം, വിശാലമായ സൃഷ്ടി ജഗത്തിൽ നിന്ന് നിലനിൽക്കുന്ന ജാതികളിൽപ്പെട്ട അവസാനത്തെ ജാതിയാണ് ആര്? മനുഷ്യൻ എന്ന ജാതി. വ ആഖിറു സിൻഫിൻ മിനൽ മുവല്ലദാത്തി, അതുപോലെ തന്നെ ജന്മോൽപാദന സൃഷ്ടികള്, ജന്മോൽപാദന സൃഷ്ടി വിഭാഗത്തിൽ നിന്ന് അവസാനത്തെ സൃഷ്ടിയുമാണ്. പ്രത്യുൽപാദന ശേഷിയുള്ള ഒരുപാട് സൃഷ്ടികൾ എന്തുണ്ട് ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ പ്രത്യുൽപാദന ശേഷിയുള്ള ജന്മോൽപാദന സൃഷ്ടികളായിട്ട് മഹാരഥന്മാരെ എണ്ണുന്ന സൃഷ്ടി വിഭാഗത്തിലെ അവസാനത്തെ സൃഷ്ടിയുമാണ് മനുഷ്യൻ എന്നുള്ളത്. എന്നിട്ട് മഹാനായ ഇമാം ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാണ്,
വ അക്മലല്ലാഹു തആല ഖൽഖൽ മുവല്ലദാത്തി, ഈ പ്രത്യുൽപാദന ശേഷിയുള്ള അല്ലെങ്കിൽ ജന്മോൽപാദന സൃഷ്ടികളായി അള്ളാഹു തആല ഈ ഭൂമിയിൽ സൃഷ്ടിച്ച വസ്തുക്കളുടെ സൃഷ്ടിപ്പിനെ അള്ളാഹു തആല പൂർത്തിയാക്കുകയാണ്. ജന്മോൽപാദന സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ പെടും? മിനൽ ജമാദാത്തി, അതിൽ ജഡവസ്തുക്കൾ, നിർജീവമായ വസ്തുക്കൾ, കല്ല്, മണ്ണ്, ലോഹങ്ങൾ, ഇതൊക്കെ പെടും. ഇതിനൊക്കെ എന്തുണ്ട്? ജന്മോൽപാദന ശേഷിയുണ്ട് എന്നുള്ളതാണ് ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം. വൻ നബാദാത്തി, അതുപോലെ തന്നെ സസ്യലതാദികള്, സസ്യങ്ങൾക്കൊക്കെ ജന്മോൽപാദന ശേഷിയുള്ള സൃഷ്ടികളാണ്. വൽ ഹയവാനാത്തി, അതുപോലെ തന്നെ ജന്തുലോകങ്ങള്, ഹയവാനാത്തുകള്, മൃഗങ്ങള്, ഇങ്ങനെ ജമാദാത്തുകളായ നിർജീവമായ വസ്തുക്കളും സസ്യ ലതാദികളും അതുപോലെ തന്നെ ജീവനുള്ള മുഴുവൻ വസ്തുക്കളും എല്ലാറ്റിനും ജന്മോൽപാദന ശേഷിയുള്ളതാണ്. ഈ ജന്മോൽപാദന ശേഷിയുള്ള സൃഷ്ടികളുടെ സൃഷ്ടിപ്പിനെ അല്ലാഹു തആല പൂർത്തിയാക്കുന്നത് ബഅദ ഇന്തിഹായി ഖൽഖിൽ ആലമി തുബഈ, പ്രകൃതി ജഗമാകുന്ന പ്രകൃതി ജഗത്തിന്റെ, അതായത് സ്വാഭാവിക ലോകത്തിന്റെ സൃഷ്ടിപ്പിനെ അല്ലാഹു തആല പൂർത്തിയാക്കിയതിന് ശേഷമാണ്. ബി 71 അൽഫി സന, 71,000 വർഷം കൊണ്ടാണ് അല്ലാഹു തആല എന്ത് ചെയ്യുന്നത്? ജഡവസ്തുക്കളാകുന്ന നിർജീവമായ വസ്തുക്കളെയും സസ്യലതാദികളെയും ജീവനുള്ള മുഴുവൻ വസ്തുക്കളെയും, അതായത് ജന്തുക്കളെയും, അതായത് മൃഗങ്ങളെയും അല്ലാഹു തആല അവകളുടെ സൃഷ്ടിപ്പിനെ പൂർത്തിയാക്കുന്നത്. അതായത് പ്രകൃതി ലോകം എന്ന് പറയുന്ന ഒരു ലോകം, പ്രകൃതി ജഗം എന്ന് പറയുന്ന ഒരു ജഗം, അല്ലെങ്കിൽ സ്വാഭാവിക ലോകം എന്ന് പറയുന്ന ഒരു ലോകം, ആ ലോകത്തെ അല്ലാഹു തആല ആദ്യം പടച്ചു എന്നാണ് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത്. പ്രകൃതി ലോകം എന്ന് പറഞ്ഞ ഒരു ഉദാഹരണത്തിലൂടെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു എഞ്ചിനീയർ, ആ എഞ്ചിനീയർ നിർമ്മിച്ച ഒരു മുഴുവനായിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു വീടിന്റെ, ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ, അല്ലെങ്കിൽ അതിന്റെ ഒരു സിസ്റ്റം, അതിനോട് നമ്മൾ ഉപമിക്കാം. ഇതുപോലെ ആലമുത്തൊബഈ എന്ന് പറയുന്ന പ്രകൃതി ജഗം, പ്രകൃതി ലോകം എന്ന് പറയുന്നത് ഈ എഞ്ചിനീയർ ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണ്. എഞ്ചിനീയർ ആദ്യം എന്ത് ചെയ്യും? ഒരു പ്ലാൻ എന്ത് ചെയ്യും? വരക്കുമല്ലോ. അപ്പൊ ഒരു കെട്ടിടം രൂപകൽപ്പന ചെയ്യുമ്പോൾ, ഒരു എഞ്ചിനീയർ ഒരു കെട്ടിടം രൂപകൽപ്പന ചെയ്യുമ്പോൾ അതിനൊരു ഡിസൈൻ ഉണ്ടാവും, അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവും, അതിന് ഇന്ന മെറ്റീരിയൽസുകളൊക്കെ വേണം എന്നുണ്ടാവും, അതിനൊരു സിസ്റ്റം ഉണ്ടാകും, അതിന് ചില ഫങ്ഷൻസുകളൊക്കെ ഉണ്ടാവും, അല്ലെ? അപ്പോൾ അതിലെ ഓരോ ഘടകവും ഒരു വലിയ സൃഷ്ടി സംവിധാനത്തിന്റെ ഒരു ഭാഗങ്ങളാണ്. ഇപ്പൊ വീടുണ്ടാക്കുമ്പോൾ അതിന് കല്ല് വേണം, സിമെന്റ് വേണം, കമ്പി വേണം, ഇനി എന്തെല്ലാം വസ്തുക്കൾ അതിനെന്ത് ചെയ്യുക വേണം, ആ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴാണ് എന്തുണ്ടാകുക? ഒരു വീട് അല്ലെങ്കിൽ ഒരു കെട്ടിടം എന്ത് ചെയ്യുക? ഉണ്ടാകുക, അല്ലെ? എന്നതുപോലെ പ്രകൃതി ജഗം എന്ന് പറയുന്ന ആ പ്രകൃതി ജഗമാകുന്ന ഈ ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെ അല്ലാഹു തആല ആദ്യം പടച്ചു വെക്കുകയാണ്. ആ പടച്ചു വെച്ചിട്ട് 71,000 വർഷം കഴിഞ്ഞിട്ടാണ് ആ പറയുന്ന ആ സിസ്റ്റത്തെ അല്ലാഹു തആല എന്ത് ചെയ്യുന്നത്? ഈ ലോകത്ത് എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കുന്നത്. ആ സിസ്റ്റം പിന്നെ രൂപാന്തരപ്പെട്ട് വരണല്ലോ. അതിലെന്തൊക്കെ വേണ്ടി വരും? ഇപ്പൊ ഒരു വീടുണ്ടാക്കുമ്പോൾ ഇന്ന സാധനങ്ങളൊക്കെ വരേണ്ടി വരും എന്ന് പറയുമ്പോൾ ഈ പ്രകൃതി ജഗത്തിൽ എന്തൊക്കെ വരും? ഭൂമി വരും, അതുപോലെ തന്നെ ആകാശം വരും, ആകാശമണ്ഡലങ്ങൾ വരും, സൂര്യൻ വരും, ചന്ദ്രൻ വരും, നക്ഷത്രങ്ങൾ വരും, വെള്ളം വരും, കാറ്റ് വരും, വായു വരും, തീ വരും, അതുപോലെ തന്നെ ജിന്നുകള്, മലായിക്കത്തുകള്, മണ്ണ്, കല്ല്, അതുപോലെ ലോഹങ്ങള്, മനുഷ്യന്റെ ഭൗതിക ശരീരം, ഇതൊക്കെ കൂടി ഉൾക്കൊള്ളുന്ന വലിയൊരു ലോകത്തിന്റെ പേരാണ് അൽ ആലമുത്തൊബഈ അഥവാ പ്രകൃതി ജഗം എന്ന് പറയുന്നത്. ആ പ്രകൃതി ജഗമാകുന്ന ഒരു എഞ്ചിനീയർ ആദ്യം ഉണ്ടാക്കി വെച്ച ആ സ്ട്രക്ചർ അല്ലാഹു തആല ഉണ്ടാക്കി 71,000 വർഷം കൊണ്ടാണ് പിന്നെ ആ പ്രകൃതി ജഗമാകുന്ന, അതായത് എഞ്ചിനീയറുടെ ആ പ്ലാന് ഈ ലോകത്ത് ഒരു കെട്ടിടമായി വരുന്നത് പോലെ അല്ലാഹു തആല ആ പ്രകൃതി ജഗമാകുന്ന ആ സിസ്റ്റത്തെ അല്ലാഹു തആല ആദ്യം രൂപാന്തരപ്പെടുത്തിയിട്ട് പിന്നെ അതിൽ ഓരോ വസ്തുക്കളെ വെച്ച് ഇതുപോലെ ആയത് അതിൽ 71,000 വർഷം എടുത്തു എന്ന. ഈ 71,000 വർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്?
ദുന്യാവിലുള്ള ഒരു ദിവസത്തിന്റെ കണക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഖിറു അള്ളാഹുവിലേക്ക് ചേർത്തി നോക്കിയിട്ടുള്ള വർഷം കണക്ക് ഏതാണെന്നൊക്കെ ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഈ 71,000 വർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതൊക്കെ നമ്മളുടെ ബോധതലത്തിലിട്ട് നമുക്ക് മനസ്സിലാക്കാൻ എന്ത് ചെയ്യുള്ളൂ പറ്റുള്ളൂ. ആ ബോധതലത്തിലുള്ളത് നമുക്ക് പുറത്തു പറയാനും പറ്റൂല. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് പ്രമാണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ നമുക്ക് നമ്മളവിടെ എന്ത് ചെയ്യും, ഉത്തരം മുട്ടും എന്നുള്ളതും കൂടി ഇപ്പോൾ എന്ത് ചെയ്യണം, നമ്മളോട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. നമ്മൾ പ്രമാണത്തിലുള്ളത് മഹാന്മാർ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ പറഞ്ഞു തരും. ഇവിടെ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ നമ്മൾ ലോകം എന്ന് പറയുന്നത് ഭൂമി, ആകാശം, സൂര്യന്, ചന്ദ്രന്, നക്ഷത്രങ്ങൾ, മനുഷ്യൻ, മൃഗങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ളതിനാണ് എന്തെന്ന് പറയാ ലോകം എന്ന് പറയുന്നത്. എന്നാൽ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഇവിടെ ലോകം എന്ന ആശയം പറയുന്നത് ഇതിലും വലിയ വിശാലമായ ഒരു ലോകത്തെ സംബന്ധിച്ചാണ്, അല്ലെ? അപ്പൊ ആധുനിക ശാസ്ത്രം പറയുന്നത് എന്താ? പ്രപഞ്ചം ഏകദേശം ഒരു 13.8 ബില്യൺ വർഷം പഴക്കമുള്ളതാണ് എന്നുള്ളതാണ്. അതിന്റെ നിലനിൽപ്പിനെ കോസ്മോളജിക്കലായിട്ട് അതിന്റെ മോഡലുകൾ സൂചിപ്പിക്കുന്നത് അതിന് 13 ബില്യൺ, 1 ബില്യൺ എന്ന് പറഞ്ഞാല് 100 കോടിയാണ്, അല്ലെ? അപ്പോ ആ 13.8 ബില്യൺ പഴക്കമുണ്ട് ഈ പ്രപഞ്ചത്തിന് എന്നുള്ളതാണ് ഇന്ന് ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ, അല്ലെ? എന്നാ മറിച്ച് ഭൂമിയോ, പ്രപഞ്ചം വേറെ. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണല്ലോ. എന്നാ ഭൂമിക്കോ ശാസ്ത്രം പറയുന്നത് ഏകദേശം 4.54 എന്ത് ചെയ്യുക ബില്യൺ പഴക്കമാണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്, അല്ലെ? 1 ബില്യൺ എന്ന് പറയുമ്പോൾ 100 കോടിയാണ്. ഒരു 4,54,00,000 വർഷമാണ് ഇന്ന് ഭൂമിക്കുള്ളത് എന്നുള്ളതാണ് എന്ത് ചെയ്യുക പൊതുവെ ഇന്ന് ശാസ്ത്രലോകം അവരുടെ ആധുനിക സംവിധാനങ്ങളെ കൊണ്ട് രൂപപ്പെടുത്തിയിട്ട് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? ഹോമോസാപ്പിയൻസ് മനുഷ്യവർഗത്തിന്റെ ശാസ്ത്രനാമമാണ്. ഈ ഹോമോസാപ്പിയൻസ് കണ്ടുപിടിച്ചിട്ട് 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രത്യക്ഷപ്പെട്ടതായി അതിന്റെ ഫോസിലുകൾ അഥവാ ജനിതക തെളിവുകൾ സൂചിപ്പിക്കുന്നതായിട്ട് ഇന്ന് ശാസ്ത്രലോകം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. എന്നാൽ ഈ ഹോമോസാപ്പിയൻസ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണോ എന്ന വിഷയത്തിൽ ശാസ്ത്രം എന്ത് ചെയ്യുന്നില്ല, അത് പറയുന്നില്ല, അത് അവർ കണ്ടെത്തൂല്ല. കാരണം നമ്മളുടെ മതപരമായ വിശ്വാസത്തിൽ ഇസ്ലാമികമായ വിശാലമായ കാഴ്ചപ്പാടിലും ഇസ്ലാമിന്റെ പ്രമാണങ്ങളും അനുസരിച്ചാണ് ഹോമോസാപ്പിയൻസ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുക 3 ലക്ഷം വർഷം പഴക്കമുണ്ട് ഹോമോസാപ്പിയൻസിന്, അതായത് ഈ ലോകത്തെ മനുഷ്യന്റെ പഴക്കത്തിന് എന്ന് ഇന്നത്തെ ശാസ്ത്ര ലോകം എന്ത് ചെയ്തിട്ടുണ്ട്, സൂചന നൽകുന്നുണ്ടെങ്കിൽ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ആ 3 ലക്ഷം വർഷത്തിലെ ചരിത്രം പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. അതിനി പിരമിഡുകളുടെ കണക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നിടത്ത് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ആ സമ്മതി എന്ത് ചെയ്ത് നമുക്ക് ശേഷം എന്ത് ചെയ്യാനുള്ളതാണ്, ചർച്ച ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇന്ന് ശാസ്ത്രം പറയുന്ന യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ യൂണിവേഴ്സുമായിട്ട് തുലനം ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റൂല. കാരണം ശാസ്ത്രം യൂണിവേഴ്സ് അതായത് നിരീക്ഷിക്കാവുന്ന ഈ ഭൗതിക പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനമാണല്ലോ. കണ്ടുകൊണ്ട് മനസ്സിലാക്കുന്ന ആധുനിക സാമഗ്രികളെ കൊണ്ട് മനസ്സിലാക്കുന്ന ഈ ഭൗതികപരമായ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇബ്നു അറബി ലോകം എന്ന് പറഞ്ഞാൽ കൂടുതൽ വിശാലമായ സൃഷ്ടിജാലം എന്ന ആശയമാണ് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയുന്നത്. അതായത് യൂണിവേഴ്സ് സമം ഇബ്നു അറബിയുടെ ലോകം എന്നെന്ത് ചെയ്യാൻ പറ്റൂല, പറയപ്പെടാൻ പറ്റൂല. ശാസ്ത്രം പ്രധാനമായും ഭൗതികമായി അളക്കുന്ന പ്രപഞ്ചത്തെയാണ് എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. എന്നാൽ ഇബ്നു അറബി തങ്ങളുടെ ലോകം എന്ന് പറയുന്ന ദർശനം, ആലം എന്ന് പറയുന്ന ദർശനത്തിൽ ദൃശ്യമായത് വരും, അദൃശ്യമായത് വരും, ആത്മീയപരമായി നമ്മളുടെ ബുദ്ധി കൊണ്ട് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത തലങ്ങൾ എന്ത് ചെയ്യും വരുന്നുണ്ട്. അതുപോലെ തന്നെ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അവിടെയാണ് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുക ഈ ലോകം 18,000 ലോകമുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യാനുള്ള പറയാനുള്ള കാരണം. അതൊക്കെ നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് അവിടേക്ക് എന്ത് ചെയ്യാൻ വരാം, അതൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞ ഈ ആലമു ത്വബഈ എന്ന് പറയുന്ന ഈ പ്രകൃതി ജഗം, അതായത് ആ സ്ട്രക്ചർ അല്ലാഹു തആല സംവിധാനിച്ച് 71,000 വർഷങ്ങൾ കൊണ്ടാണ് ആ സ്ട്രക്ചറിന്റെ ഉള്ളിൽ അല്ലാഹു തആല ജഡവസ്തുക്കളാകുന്ന നിർജീവമായ വസ്തുക്കള്, കല്ല്, വെള്ളം, മുള്ള് ഇതുപോലത്തെ വസ്തുക്കളും അതുപോലെ തന്നെ നബാത്താത്തുകളാകുന്ന സസ്യങ്ങളും വൽ ഹയവാനാത്താകുന്ന മറ്റു മൃഗങ്ങളെയൊക്കെ അല്ലാഹു തആല എന്ത് ചെയ്യുന്നത്, സൃഷ്ടിച്ച് പൂർത്തിയാക്കുന്നത് എന്ന് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്.
എന്നിട്ട് മഹാൻ അവറുകൾ പറയാണ് സുമ്മ ഖലഖല്ലാഹു തആല അദ്ദുന്യ, അല്ലാഹു തആല പിന്നെ എന്ത് ചെയ്തു? ദുന്യാവിനെ പടച്ചു. ബഅദ അനിന്തഹ മിൻ മുദ്ദത്തി ഖൽഖിൽ ആലമി ത്വബഈ, ഈ പ്രകൃതിജകമാകുന്ന സ്ട്രക്ചറിനെ അല്ലാഹു തആല സംവിധാനിച്ച കാലയളവിൽ നിന്ന്, ആ സംവിധാനിച്ച കാലയളവ് കഴിഞ്ഞിട്ട് ബി 54 അൽഫ സന, 54,000 വർഷങ്ങൾ കൊണ്ടാണ് ദുന്യാവിനെ അല്ലാഹു തആല എന്ത് ചെയ്യുന്നത്? പൂർത്തിയാക്കുന്നത്. അള്ളാഹു ആകാശഭൂമികളെ 7 ദിവസത്തിന്റെ ഉള്ളിലാണ് പടച്ചത് എന്നൊക്കെ ആയത്തിലുണ്ടല്ലോ. അപ്പൊ ആ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഒരു ദിവസം എത്രയാണ് എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അവിടെയൊക്കെ അതൊക്കെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് വിശാലമായിട്ട് എന്ത് ചെയ്യും പോകും. എന്തായാലും ഇബ്നു അറബി തങ്ങളുടെ ആത്മീയ ദർശനം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഇതിപ്പോ ബുദ്ധി കൊണ്ട് ഒരിക്കലും വിലയിരുത്തിയിട്ട് നമുക്ക് ഉൾക്കൊള്ളാനും അനുഭവിക്കാനും പറ്റൂല. മറിച്ച് നമുക്ക് ആത്മീയപരമായ കശ്ഫ് നമുക്ക് എന്ത് ചെയ്യണം? ലഭിക്കണം. അപ്പോഴാണ് ഇതിന്റെ ഒരു യഥാർത്ഥമായ വശത്തിലേക്ക് എത്തുകയുള്ളൂ. എന്ന് വിചാരിച്ച് ഇതാണ് സത്യം എന്ന് നമുക്ക് ബോധ്യപ്പെടാത്ത കാലത്തോളം നമ്മൾ ഇതിനെ സത്യമായിട്ട് അംഗീകരിക്കും വേണ്ട, എതിർക്കും വേണ്ട. അവിടെയാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്, മഹാന്മാർ പറഞ്ഞ വാക്കിനെ നമ്മൾ എതിർക്കണ്ട. അവരെത്തിപ്പെടാത്ത ലോകത്ത് നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് അവരെത്തിപ്പെട്ട ലോകത്ത് നമ്മൾ എത്തുന്ന കാലത്തോളം അത് എന്ത് ചെയ്താൽ മതി? ശരിയോ തെറ്റോ എന്ന് എന്ത് ചെയ്താൽ മതി? വിലയിരുത്തിയാൽ മതി എന്ന് മഹാരഥന്മാർ പറയാനുണ്ടായ ഒരു കാരണം അതാണ്. അപ്പൊ ദുന്യാവിനെ അല്ലാഹു തആല ഈ പ്രകൃതി ജഗമാകുന്ന, നേരത്തെ ഞാൻ വിശദീകരിച്ച പ്രകൃതി ജഗത്തെ രൂപപ്പെടുത്തിയിട്ട് ഏകദേശം 54,000 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്തത്? പടച്ചത് എന്നാ പറയുന്നത്. നേരത്തെ പറഞ്ഞത് ആ പ്രകൃതി ജഡത്തെ രൂപപ്പെടുത്തി 71,000 വർഷം എന്നുള്ളതാണ്. അപ്പൊ ഈ 54,000 വർഷമാകുന്ന ദുന്യാവിനെ പടച്ചിട്ടുള്ള ബാക്കിയുള്ള വർഷത്തിലായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന നിർജീവമായ വസ്തുക്കളെയും സസ്യലതാദികളെയും ഹയവാനാത്തുകളെയും എന്ത് ചെയ്യുക, ജീവനുള്ള മറ്റു മൃഗങ്ങളെയും പടച്ചത് എന്ന് വിചാരിച്ചാലും മതി, വൈരുദ്ധ്യമാവൂല. അപ്പൊ ദുന്യാവിനെ എന്ത് ചെയ്യുക? ദുന്യാവിനെ പടച്ച് പ്രകൃതി ജഗമാകുന്ന സ്ട്രക്ചറിനെ രൂപപ്പെടുത്തിയിട്ട് 54,000 വർഷം കൊണ്ടാണ് ദുന്യാവിനെ പടക്കൽ അല്ലാഹു തആല പൂർത്തിയാക്കിയത് എന്ന് പറയുമ്പോഴും അതേ വർത്തമാനം നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ പ്രകൃതി ജഗമാകുന്ന ആ സ്ട്രക്ചറിനെ അല്ലാഹു തആല രൂപപ്പെടുത്തി എന്ത് ചെയ്യുക? 71,000 വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റ് പ്രത്യുൽപാദന ശേഷിയുള്ളതായ എന്ത് ചെയ്യുക? സൃഷ്ടികളെ അല്ലാഹു തആല പടക്കുന്നത്. തിരിഞ്ഞോ? അപ്പൊ 71,000, 54,000. ഈ 71,000-നെ 54,000-ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്തോളി. അപ്പൊ 54,000-ൽ നിന്നിട്ട് മൈനസ് ചെയ്തിട്ടായാലും മതി. അപ്പൊ മൊത്തം 71,000 എന്നാക്കിയാലും മതി. എന്നിട്ട് പറയാണ് സുമ്മ ഖലഖൽ ആഖിറ, പിന്നെ അല്ലാഹു തആല ആഖിറം പടച്ചു. ദുന്യാവ് കഴിഞ്ഞാൽ പിന്നെ ആഖിറ എന്ന് പറഞ്ഞൊരു ലോകം നമ്മൾ വിശ്വസിക്കുന്നതാണല്ലോ. ആഖിറ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അൽ ജന്നത്ത വന്നാറ, അത് സ്വർഗവും നരകവുമാണ്. സ്വർഗത്തെയും നരകവുമാകുന്ന ആഖിറത്തെ അള്ളാഹു പടച്ചത് ബഅദ ദുന്യ, ദുന്യാവിനെ പടച്ചതിന് ശേഷമാണ്. ബി 9,000 സന, 9,000 വർഷം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആഖിറത്തെ, സ്വർഗത്തെയും നരകത്തെയും അല്ലാഹു തആല എന്ത് ചെയ്തത്? പടക്കുന്നത്. ദുന്യാവിനെ പടച്ച് 9,000 വർഷം കൊണ്ടാണ് ആഖിറമാകുന്ന സ്വർഗവും നരകവും പടക്കുന്നത്. വലിഹാദാ സുമ്മിയത്ത് ആഖിറ, അതുകൊണ്ടാണ് അതിന് ആഖിറ എന്ന പേര് ലഭിക്കാനുള്ള കാരണം. മറ്റേത് അല്ലെങ്കിൽ പിന്തി വന്നത് ലിതഅഖുരി ഖൽഖിഹാ അൻ ഖൽഖി ദുനിയ ഹാദിഹിൽ മുദ്ദ, ദുന്യാവിനെ പടച്ച് ആഖിറം പടക്കാൻ ഈ ഒരു കാലയളവ് പിന്തിയത് കൊണ്ടാണ്. പിന്തിയത് പിന്നെ വന്നത് എന്ന അർത്ഥമുള്ള ആഖിറം എന്ന പേര്, അതിന് ആഖിറത്ത് എന്ന് പറയുന്ന പേര് അവിടെ കൊടുക്കാനുണ്ടായ കാരണം. വസുമ്മിയത്തു ദുന്യ അൽ ഊല, ദുന്യാവിന് ഒന്നാമത്തത് എന്ന് പേര് വെച്ചിട്ടുണ്ട്. ആഖിറത്തിന് രണ്ടാമത്തത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അർത്ഥം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ വെക്കാനുള്ള കാരണം, ദുന്യാവിന് ഊല എന്ന് പേര് വെക്കപ്പെട്ടത് ലി അന്നഹ ഖുലിഖത്ത് ഖബലഹ, അത് ആഖിറത്തിന് മുമ്പ് പടച്ചത് കൊണ്ടാണ്. ആഖിറം രണ്ടാമത് പഠിച്ചു, ഇത് ഒന്നാമത് പഠിച്ചു. അവിടെയാണ് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്ന് പരിശുദ്ധമായ ഖുർആൻ എന്ത് ചെയ്തത്? പറഞ്ഞത്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങൾ പറഞ്ഞതിനെ ഷോർട്ടാക്കിയിട്ട് ഇമാം ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാണ്, വലം യജ്അലില്ലാഹു തആല ലിൽ ജന്നത്തി വന്നാരി അമദൻ, അല്ലാഹു തആല സ്വർഗത്തിനും നരകത്തിനും ഒരു നിലനിൽപ്പ് വെച്ചിട്ടില്ല. യന്തഹി ഇലൈഹി ബഖാഉഹുമാ ഫലഹുമാ അദ്ദവാം, സ്ഥിരമായ നിലനിൽപ്പ് അവസാനിക്കുന്ന ഒരു കാലപരിധി എന്ത് ചെയ്തിട്ടില്ല? വെച്ചിട്ടില്ല. ദുന്യാവിന് അത് വെച്ചിട്ടുണ്ട്. ദുന്യാവിനെ സ്ഥിരമായിട്ട് നിലനിൽപ്പില്ല, അതിനൊരു കാലപരിധിയുണ്ട്. സ്വർഗത്തിനും നരകത്തിനും സ്ഥിരമായ ഒരു കാലപരിധിയില്ല, അതിനൊരു കാലപരിധി നിശ്ചയിച്ചു വെച്ചിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ സ്വർഗം പടച്ച കാലയളവ്,
നരകം പടച്ച കാലയളവ്, അതുപോലെ തന്നെ ആഖിറം പടച്ചത്, ദുന്യാവ് പടച്ചത്, സസ്യലതാദികളെ പടച്ചത്, നിർജീവമായ വസ്തുക്കളെ പടച്ചത്, ഹയവാനാത്ത് മൃഗങ്ങളെ പടച്ചത്, പിന്നെ മനുഷ്യനെ പടച്ചത്, ഇതൊക്കെ ഇവിടെ എന്ത് ചെയ്യാണ്, ഇവിടെ പറയാണ്. അവസാനമായിട്ട് ഈ പറയുന്ന സൃഷ്ടിജഗത്തിൽ അള്ളാഹു തആല ഈ പറയുന്ന ആലം ത്വബഈ എന്ന് പറയുന്ന പ്രകൃതിയുടെ ജഗത്തിൽ പ്രത്യുൽപാദന ശേഷിയുള്ള സൃഷ്ടികളിൽ അവസാനത്തെ പ്രത്യുൽപാദന ശേഷിയുള്ള വിഭാഗമായിട്ട് അള്ളാഹു തആല പടച്ചത് മനുഷ്യനെയാണ്. വഖലഖല്ലാഹു തആല, മനുഷ്യനെവിടെ പടച്ചതിന്റെ സമയം എപ്പോഴാ വരുന്നത് എന്നാണ് ഇനി പറയാൻ പോണത്. വഖലഖല്ലാഹു തആല, അള്ളാഹു തആല ദുന്യാവും ആഖിറവും സ്വർഗവും നരകവും ഒക്കെ പടച്ചതിന് ശേഷം അള്ളാഹു പടച്ചു തീനത്ത ആദം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാകുന്ന ആദ്യമ മനുഷ്യനെ പടക്കാനുള്ള മണ്ണിനെ അള്ളാഹു തആല എന്ത് ചെയ്തു, ഇവിടെ പടച്ചു. അതായത് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഇതിലൂടെയൊക്കെ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സൃഷ്ടിയുടെ പുറത്തുള്ള രൂപത്തിൽ മാത്രം കാണാതെ അതിന്റെ അർത്ഥവും യാഥാർത്ഥ്യവും തിരിച്ചറിയുക എന്നതാണ് ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ദർശനത്തിൽ ഒരു പ്രധാനമായി ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. മനുഷ്യൻ ഇങ്ങനൊക്കെ ഒരു ലോകത്ത് എത്തിപ്പെടാൻ പറ്റും, ഉറപ്പന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഈ ബുദ്ധി ലോകത്ത് മാത്രം കടന്നുകൊണ്ട് ബുദ്ധി ലോകത്ത് മാത്രം കടന്ന് കളിക്കുന്നത് കൊണ്ട്, കിണറ്റിലെ തവളകളായതുകൊണ്ട് നമ്മളുടെ ലോകമാണ് ഏറ്റവും വലിയൊരു ലോകം എന്ന് നമ്മൾ ആദ്യമേ ഉറപ്പിച്ച് നമ്മളുടെ ബുദ്ധിയെ അങ്ങനെ ആക്കി മാറ്റിയത് കൊണ്ടാണ് ബുദ്ധി വിട്ടിട്ട് കശ്ഫ് എന്ന് പറയുന്ന ഒരു ആന്തരിക തുറവടി ലഭിക്കാൻ തുടങ്ങിയാൽ അള്ളാഹുവിന്റെ മഅരിഫത്താകുന്ന അനന്തമായ വിജ്ഞാനത്തിൽ നിന്ന് ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാനും മനസ്സിലാക്കാനും കഴിയും എന്നുള്ള വലിയൊരു സന്ദേശം മനുഷ്യനായി പിറന്ന ഇബ്നു അറബി തങ്ങൾ ലോകത്തെ നമ്മൾക്ക് എന്ത് ചെയ്യാണ്, പഠിപ്പിച്ചു തരികയാണ്. അത് ഇമാം ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, അംഗീകരിക്കുകയാണ്. എന്നിട്ട് മഹാൻ അവറുകൾ പറയാണ്, വഖലഖല്ലാഹു തആല തീനത്ത ആദം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കാനുള്ള മണ്ണിനെ അള്ളാഹു തആല എന്ത് ചെയ്തു, പടച്ചത് ബഅദ അൻ മലാ മിൻ ഉംരി ദുനിയ, ദുനിയാവിന്റെ ആയുസ്സിൽ നിന്ന്, ദുനിയാവിന്റെ പ്രായത്തിൽ നിന്ന് 17 സന, 17,000 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. ദുന്യാവിനെ പടച്ച് ദുന്യാവിനക്ക് 17,000 വർഷം 17,000 വയസ്സ് പൂർത്തിയായതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കാനുള്ള മണ്ണ് അള്ളാഹു പടക്കുന്നത് ദുന്യാവില്. വമിൻ ഉംരിൽ ആഖിറത്തിൽ ലത്തി ലാ നിഹായത ലഹ്, അതുപോലെ തന്നെ അറ്റമില്ലാത്ത ലോകമാകുന്ന ആഖിറത്തിന്റെ പ്രായത്തിൽ നിന്ന് 8,000 സന, 8,000 വർഷം കഴിഞ്ഞിട്ടും അവസാനിക്കാത്ത ലോകമാകുന്ന ആഖിറത്തിന്റെ ആയുസ്സിൽ നിന്ന് 8,000 ലോകവും അവസാനിക്കുന്ന ലോകമാകുന്ന ദുന്യാവിന്റെ വയസ്സിൽ നിന്ന്, ദുന്യാവിനെപ്പോ നമ്മൾ പഠിച്ചത് പറഞ്ഞു, ആഖിറം പഠിച്ചതും പറഞ്ഞു, അതിൽ നിന്ന് 17,000 വയസ്സും കഴിഞ്ഞിട്ട് ആണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കാനുള്ള മണ്ണ് അള്ളാഹു തആല എന്ത് ചെയ്യുന്നത്, പടക്കുന്നത്. അങ്ങനെയാണ് അള്ളാഹു തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എന്ത് ചെയ്യുന്നത്, പടക്കുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു തആല ദുന്യാവിൽ നിന്ന് 17,000 വർഷം, ആഖിറത്തിന്റെ വയസ്സിൽ നിന്ന് എന്ത് ചെയ്യുക 8,000 വർഷവും എന്ത് ചെയ്തിരുന്നു, കഴിഞ്ഞു കടന്നിരുന്നു എന്നാ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം. ഇതൊക്കെ ഇപ്പൊ എങ്ങനെ ഉൾക്കൊള്ളുക അല്ലെ? ശരിയാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. നമുക്കിപ്പോ ദുന്യാവിന്റെ ഫുള്ള് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മളെ കേരളം തന്നെ ഫുള്ള് കണ്ടിക്കണോ? ഇല്ലല്ലോ. അവരെ നമുക്ക് ഫുള്ള് എന്ത് ചെയ്തിട്ടില്ല, കണ്ടെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ അപ്പുറത്ത് ലോകം ഉണ്ടോ എന്നൊക്കെ നമ്മളെ ബുദ്ധിയുടെ അളവുകോലും ഇട്ടിട്ട് ഇങ്ങനെ ചിന്തിച്ച് തല ഉണ്ടാക്കി ഇരിക്കാൻ പറ്റുന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക്, നേരെ മറിച്ച് അവരോട്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അവരോട് ചെയ്യേണ്ട ഏറ്റവും വലിയ അദബ് എന്താണ്, അവർ പറഞ്ഞതിൽ ഏറ്റവും ചുരുങ്ങിയത് അതിനെ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ സത്യമേ പറയൂ എന്നുള്ളത് എന്ത് ചെയ്യാണ്, വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു തആല എന്ത് ചെയ്യും, നമ്മളുടെ ഹൃദയത്തിന് ഒരു വാതിൽ തുറന്നു തരും, ഒരു ഫത്ഹ് തുറന്നു തരും. ആ ഫത്ഹിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് യഥാർത്ഥമായി ഉൾക്കൊള്ളാനുള്ള ഒരു പക്വതയിലേക്ക് നമ്മൾ എത്തുക. അനുഭവിക്കണമെങ്കിൽ ആ അനുഭവ ലോകത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, അനന്തമായി ഒരു ആത്മീയ ഗുരുവിലൂടെ സഞ്ചരിക്കുക തന്നെ വേണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് ഫുതുഹാത്തുൽ മക്കിയയിൽ ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു അതിന്റെ വിശാലമായ ഒരു കാഴ്ചപ്പാട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതിനെ വളരെ ഷോർട്ടാക്കിയിട്ടാണല്ലോ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ആ വിശാലമായ കാഴ്ചപ്പാട് എന്താണ് എന്ന്
വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കൂടി ആഴത്തിൽ നമുക്ക് ഈ കാര്യത്തെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചപ്പോൾ ഉണ്ടായതായ സംഭവം, അതിൽ നിന്ന് ആ മണ്ണിൽ നിന്ന് ഒരു അംശം ബാക്കിയായി എന്നാണ്. ആ അംശം മണ്ണ് എന്ത് ചെയ്തു? അതിൽ നിന്ന് അള്ളാഹു ആദ്യം പടച്ചത് എന്താണ്? എന്ത് സാധനമാണ് അള്ളാഹു തആല അതിൽ നിന്ന് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, പടച്ചത് എന്നുള്ള ചരിത്രമൊക്കെ ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു വിശദമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇനി സമയം വഴുകുമോ എന്നുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മണ്ണിനെ അള്ളാഹു തആല പടച്ചത് ദുന്യാവിന്റെ വയസ്സിൽ നിന്ന് ഇത്ര വർഷം പൂർത്തിയായതിനു ശേഷമാണെന്ന് പറഞ്ഞല്ലോ. ഈ മണ്ണിൽ നിന്ന് പിന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചപ്പോൾ ഒരു അംശം മണ്ണ് ബാക്കിയായി എന്നാ. ആ മണ്ണിൽ നിന്ന് പിന്നെ എന്താണ് പടച്ചത്? ആ പടച്ച വസ്തുവിനെ പടക്കുമ്പോൾ പിന്നെയും ഒരു അല്പം മണ്ണ് എന്ത് ചെയ്തു, ബാക്കിയായിരുന്ന. അതിൽ നിന്ന് പിന്നെ അള്ളാഹു പടച്ചത് എന്താണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഫുതുഹത്തുൽ മക്കിയയിൽ വിശാലമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഒന്നും കൂടി ഈ മണ്ണുമായി ബന്ധപ്പെട്ട ചർച്ച നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതും കൂടി പറഞ്ഞിട്ട്, ഇവിടെ ഇന്നല്ലാഹ ഖലഖ സബ്അ സമാവാതി, അല്ലാഹു തആല എന്ത് ചെയ്തു, 7 ആകാശങ്ങളെയും 7 ഭൂമികളെയും പടച്ചിട്ടുണ്ടല്ലോ. ഈ 7 ആകാശത്തിലും 7 ഭൂമിയിലും നമ്മളെ പോലത്തെ മനുഷ്യരൂപത്തിലുള്ളതായ ആളുകൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറയുന്ന വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങളെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. പ്രമാണപരമായിട്ട് തന്നെ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു അതിനെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യുക, നാളെ ചർച്ച ചെയ്യുക. അള്ളാഹു 7 ആകാശങ്ങളെ പടച്ചത് എന്തിനാണ്, 7 ഭൂമിയെ പടച്ചത് എന്തിനാണ്, നമ്മൾ ജീവിക്കുന്ന ഒരു ഭൂമി, ആ ഭൂമിയിൽ ഒരു മനുഷ്യരൂപത്തിലുള്ള ചില കോലങ്ങളുണ്ടല്ലോ, ഇതുപോലെ മറ്റ് 6 ഭൂമികളിലും ഇതുപോലെ മനുഷ്യരൂപത്തിലുള്ള സൃഷ്ടികളുണ്ടോ എന്നുള്ള ഒരു ആഴത്തിലുള്ള കാഴ്ചപ്പാടിലേക്ക് ഇബ്നു അറബി തങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. തിരിഞ്ഞോ? ഇതൊക്കെ ഒരു മനുഷ്യന് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ അവിടെ എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യുക, അംഗീകരിക്കാൻ പറ്റാത്തതും. ഇത് ഞാൻ അംഗീകരിക്കൽ ഈമാൻ കാര്യത്തിൽപ്പെട്ട ഒന്നല്ല. നാളെ മുങ്കർ നക്കീർ ഖബറിൽ വന്ന് ചോദിക്കൊന്നുമില്ല. പക്ഷേ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആലം കബീറായ ഉന്നതമായ ഒരു ലോകമായിട്ട് ഈ നിന്നിട്ട് ആ ഉന്നതമായ ലോകത്തിലുള്ള എല്ലാ ലോകങ്ങളെയും ഈ ലോകത്ത് മഹാനവറുകൾ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അവിടെ മഹാനവറുകൾ എത്തിപ്പെട്ട ഓരോ ലോകങ്ങളും മഹാനവറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുതുഹത്തുൽ മക്കിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ പറ്റൂല. പക്ഷെ ഇങ്ങനെ ഒരു പഠനം ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാന മേഖലയിലേക്ക് കടന്നു വരാനും അത് മനസ്സിലാക്കാനും മനസ്സിലാക്കിയവരിൽ നിന്ന് മനസ്സിലാക്കാനും ഇന്നത്തെ സമൂഹം നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാകണം. അപ്പോൾ ബുദ്ധിക്കപ്പുറവും തെളിവുകൾക്കപ്പുറവും ഒരു ലോകമുണ്ട് എന്നും തെളിവുകൾക്കപ്പുറമുള്ള ഒരു ലോകം കൂടിയതാണ് പരിശുദ്ധമായ ഇസ്ലാം എന്നും മനസ്സിലാക്കാൻ കഴിയും. അത് സൈദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. സൂഫികളുടെ അനുഭവം എന്ന് പറയുന്നത് ത്വരീഖുൽ ഫനാഇ അൽ ഇയാനു ദൂനൽ ബുർഹാൻ. സൂഫിയാക്കൾ അവർ അനുഭവിച്ചതായ ഉന്നതമായ അവസ്ഥകൾ എന്ന് പറയുന്നത് ദർശന ലോകമാണ്, അല്ലാതെ അത് പ്രമാണ ലോകമല്ല. പ്രമാണ ലോകത്തിന്റെ അപ്പുറത്തുള്ള ആത്മീയ ദർശന ലോകം എന്ന് പറയുന്ന ഒരു ലോകം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാമികപരമായ ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാട്. അതും കൂടി ഉൾപ്പെടുത്തുമ്പോഴേ ദീനാകുന്ന മതം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ദീൻ എന്ന് പറയുന്നത് പൂർത്തിയാവുകയുള്ളൂ. അത് മനസ്സിലാകാത്തതിന്റെ പേരിൽ താൻ അനുഭവിച്ച ലോകമല്ല, താൻ മനസ്സിലാക്കിയ ലോകമാണ് ലോകം എന്നും താൻ മനസ്സിലാക്കിയ വിജ്ഞാനമാണ് ഏറ്റവും വലിയ വിജ്ഞാനം എന്നും അതിൻ്റെ അപ്പുറത്ത് ആര് വിജ്ഞാനം പറഞ്ഞാലും അത് അംഗീകരിക്കേണ്ട എന്ന് പറയുന്ന സങ്കുചിത മനോഭാവത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാട്. മനസ്സിലാക്കാതെ ഇസ്ലാമിന് നേരെ ആളുകൾ കുതിര കയറുന്നതും ആക്ഷേപിക്കുന്നതും. അതിനെ ഇസ്ലാമിന്റെ ലാഹിറും അറിയണം, ബാത്തിനും അറിയണം. അപ്പൊ ഇസ്ലാമിനെ എതിർക്കാനോ, ഇസ്ലാം ഒരു വിശാലമായ കാഴ്ചപ്പാടിന്റെ മതമാണ് എന്ന് എല്ലാവർക്കും ബോധ്യമാകും. അതുകൊണ്ട് ഞാൻ പഠിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് കാണിച്ചു തന്ന ദീനിന്റെ പരിപൂർണമായ ആ സമ്പൂർണമായ മാതൃകയിൽ നിന്ന് എന്ത് ചെയ്യുക, മൊത്തം വെട്ടിച്ചുരുക്കി 4 മദ്ഹബാക്കി. ആ 4 മദ്ഹബിൽ നിന്ന് പിന്നിപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു മദ്ഹബിന്റെ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ആ മദ്ഹബ് തന്നെ പരിപൂർണമായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇത് മാത്രമേ ദീനുള്ളൂ എന്ന് വിലയിരുത്തിയിട്ട് ദീനിനെ സങ്കുചിത മനോഭാവത്തിലേക്ക് ആക്കി മാറ്റിയിട്ട് ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാടിനെ
തച്ചുടക്കുന്ന ആളുകൾ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വിശാലമായ കാഴ്ചപ്പാടിലേക്ക് വരണമെന്നും ദീനിനെ സമ്പൂർണമായ രീതിയിൽ എല്ലാ ആളുകൾക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം എന്നും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ദീൻ ഈ ലോകത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, വളർന്നിട്ടുള്ളതും പോയിട്ടുള്ളതും എന്നും മനസ്സിലാക്കണം എന്നതാണ് ഇബ്നു അറബി തങ്ങളുടെ വലിയ ദർശനത്തിലൂടെ ലോകം നമ്മെ പഠിപ്പിക്കുന്നത്, മഹാരഥന്മാർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, ഇമാം ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹു നമ്മളെ ഉണർത്തി തരുന്നത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇനി നാളത്തെ ക്ലാസ് ഫുതുഹാത്തുൽ മക്കിയയിൽ പറഞ്ഞ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. അതിവിടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മണ്ണിനെ അള്ളാഹു താല പടച്ചപ്പോൾ എന്ന് പറഞ്ഞ ആ മണ്ണുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയണമെന്ന് തോന്നിയത് കൊണ്ട് ഫുതുഹാത്തുൽ മക്കിയുടെ ആ വിഷയം കൂടി നമുക്ക് പറഞ്ഞ് കിബിരിയത്തുൽ അഹ്മറിലേക്ക് തന്നെ വീണ്ടും നമുക്ക് വരേണ്ടതുണ്ട്. ജിന്നുകളെ പടച്ച കാലഗണന ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങൾ പറയുന്നുണ്ട്, മലായിക്കത്തിന്റെ വിഷയങ്ങൾ പറയുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് കടക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.